SK ഫാൻസ് ആയിരുന്നു ഇതുവരെ നമുക്ക് ഭയങ്കര ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സൂര്യ ഫാൻസിൻ്റെ ട്രിവാൻഡ്രത്തുള്ള ടീമുകൾ വിളിക്കുന്നുണ്ട്. ഏറ്റവും മറക്കാൻ പറ്റാത്ത എനിക്കൊരു മൊമെന്റ് ഉണ്ട്, ക്യാമറ കാണാനില്ല. അപ്പോ അതെ, ഞാൻ നോക്കിയപ്പം സബർണി ഒരു സൈഡിലൊക്കെ ആകെ കട്ടായി. അപ്പൊ ഞങ്ങള് ആ വഴി പോയി ഈ വഴി പോയി, പലരും പല വഴിക്ക് പോകുന്നു. എന്നിട്ട് ഓട്ടോയില് ഞാനും ദിവ്യയും കൂടെ പറഞ്ഞു ക്യാമറ ആരാ എടുത്തേ. അതൊരു ഭയങ്കര രസമുള്ള മൊമെന്റ് ആയിരുന്നു. അത്യാവശ്യം മറക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ അവസാനം അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോ അറിയാനുള്ളത് സൂര്യ സാറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. പാപ്പനെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒറ്റ പേരുള്ളൂ, മിഥുമാനുവൽ. പെട്ടെന്നൊരു സുന്ദരിയായ പെൺകുട്ടി വരുന്നു, പേര് സൗപർണിക. ഞങ്ങളുടെ ക്ലാസ് റൂമിൽ വന്ന് ജോയിൻ ചെയ്തു. സൂര്യ സാർ നമ്മളോട് നേരിട്ട് പറയുമായിരുന്നു, ഇങ്ങനെ അരുൺ ഒന്ന് പോയി നോക്കണം. സ്കൂൾ കാലഘട്ടത്തിൽ ക്യാമറമാൻ സുഭാഷ് എന്തൊക്കെയോ ക്വസ്റ്റ്യനുകൾ ചോദിച്ച് എന്നെ ഉരുക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ സൂപ്പർ സ്റ്റാർ സൂര്യയുടെ കറുപ്പ് എന്നുള്ള മൂവി റിലീസാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിലറും സോങ്സും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗംഭീരമായിട്ടുള്ള ആർട്ട് വർക്കുകളല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ അമരക്കാരൻ, നമ്മുടെ അതും ബിഗ് ബഡ്ജറ്റ് സൂര്യയുടെ മൂവിയുടെയൊക്കെ ഒരു പ്രൊഡക്ഷൻ ഡിസൈനറാണ് നമ്മുടെ ഗസ്റ്റ്. അത് മലയാളിയായിട്ടുള്ള അരുൺ വെഞ്ഞാറമൂടാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവനോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ദൈവമേ, ആളുകൾ വിചാരിക്കുക ഒരു ഗസ്റ്റിനെയൊക്കെ വിളിച്ചു വരുത്തിട്ട് അവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞിട്ടേ അപമാനിക്കാണോ എന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അത് വേറൊന്നുമല്ല, കാരണം ഈ പറഞ്ഞ കണക്ക് വിളിച്ച് ശീലിച്ചതല്ലേ പറയാൻ പറ്റും. അതെന്തുകൊണ്ടാണോ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഞങ്ങള് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ് ഈ പറഞ്ഞ പോലെ. ഇതൊരു ഇന്റർവ്യൂ എന്നുള്ള രീതിയിലല്ല, ഞങ്ങളുടെ ഒരു കൂടിക്കാഴ്ചയാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷം ഞങ്ങള് ഒരേ ക്ലാസ് റൂമിൽ ഒരുമിച്ച് പഠിച്ച ബാക്ക് ബെഞ്ചേഴ്സ്, അതെ, രണ്ട് ബാക്ക് ബെഞ്ചേഴ്സ് ആണ്. അപ്പോൾ ബോയ്സിൽ ഏറ്റവും ബാക്ക് ബെഞ്ച് ഞാനുമായിരുന്നു, ലേഡീസിൽ ഏറ്റവും ബാക്ക് ബെഞ്ച്. ഞങ്ങള് വെഞ്ഞാറമൂട് ഗവൺമെന്റ് സ്കൂളിലെ 10ാം ക്ലാസ്സിൽ, എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലാണ് എത്തിയത്. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ 10ാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സുന്ദരിയായ പെൺകുട്ടി വരുന്നു, പേര് സൗപർണിക. ഞങ്ങളുടെ ക്ലാസ് റൂമിൽ വന്ന് ജോയിൻ ചെയ്തു. അവിടെ അതെ അതെ, ഇത് നിന്നെ കുറിച്ചുള്ള ഇന്റർവ്യൂ ആണ്. ഇതിപ്പോ നീ എന്നെ പുകഴ്ത്താൻ വന്ന അല്ല, സീരിയസ് ആയിട്ട് അന്ന് നടന്ന കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഞങ്ങളുടെ ഇന്റർവ്യൂ കുറച്ചുകൂടെ ഞങ്ങൾ ഭയങ്കര ഫ്രീ ആയിട്ട്. സത്യം എന്ന് പറഞ്ഞാല് അന്ന് സ്കൂളിൽ കണ്ടതിന് ശേഷം പിന്നെ ഇപ്പോഴാണെന്ന് തോന്നുന്നു നേരിട്ട് ആ ഒരു സമയത്തിന് ശേഷം അതും ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി. അരുണി, നീ സൂര്യയുടെ ഒക്കെ പടത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്നെക്കാളും മുന്നേ സെലിബ്രിറ്റി ആയിട്ട് നീ പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. ഈ പറഞ്ഞ പോലെ വെഞ്ഞാറമൂട്ടിൽ നിന്ന് നമുക്ക് പോയിട്ട് ഇത്രയും വലിയൊരു സൂര്യ സാറിന്റെ സിനിമ ചെയ്യാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം ട്രെയിലറും സോങ് മാത്രമാണ് ഇപ്പൊ റിലീസ് ആയേക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും അതെ, ഇപ്പൊ പടം ഇറങ്ങി അതിന്റെ ഒരു എല്ലായിടത്തുനിന്നും നല്ല റെസ്പോൺസും നല്ല ഇതും വരുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഒരു ബിൽഡ് ചെയ്ത വേൾഡ് എല്ലാവരിലേക്കും എത്തി എല്ലാവരും കാണുകയും അതൊരു വളരെ സന്തോഷമായിട്ട് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി. അതിനേക്കാളും ഏറ്റവും വലിയ ഹാപ്പി എന്ന് പറയുന്നത് ഒരുമിച്ച് പഠിച്ച നിന്നോടൊപ്പം ഇരുന്ന് അത് കഴിഞ്ഞ അതിന് മുന്നേ തമിഴിൽ ശരിക്കും ശിവകാർത്തികൻ മൂവികളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. രണ്ട് സിനിമ മൂവികളാണ്. അപ്പോൾ എങ്ങനെയാണ് നീ ഒരു തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ ഒരുപാട് അതിപ്പോ അതിന് മുന്നേ പറയാനുണ്ട്, മലയാളത്തിലെ ഹിറ്റ് പടങ്ങളൊക്കെ ചെയ്തിട്ടാട്ടോ തമിഴിലേക്ക് ചെന്നത്. അത് ആട്, തൃശ്ശൂർ പൂരം, അനുഗ്രഹീതൻ ആന്റണി, ജൂൺ. എന്റെ ഫസ്റ്റ് സിനിമ അലമാരയാണ്, സണ്ണി വെയിൻ പടം. അപ്പൊ അത് എനിക്ക് തോന്നുന്നു മിഥുമാനുവൽ ആണ് എന്നെ ആർട്ട് ഡയറക്ടർ ആക്കിയത്. കാരണം പുള്ളിയുടെ കൂടെ ഞാൻ ആൻമേരിയ എന്ന് പറയുന്ന ചിത്രം വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്നും പുള്ളി അടുത്ത പടം ഡയറക്ട് ചെയ്യുമ്പോൾ അങ്ങനെ എന്നെ ഇൻഡിപെൻഡന്റ് ആക്കുകയായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മിഥുമാനുവൽ. കാരണം ആട് 2 ഞാൻ ചെയ്ത സിനിമയാണ്. അപ്പൊ ആട് 3 ഞാൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. അതിന്റെ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്നാണ് എനിക്ക് കുറച്ച് വലിയ സിനിമയായ മാഴ്സൽ കാർത്തി പടം വരുന്നത്. 啊 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
കാരണം ഒരു സൈഡിൽ ആട് 3 ചെയ്യാം, അല്ലെങ്കിൽ മാർസൽ കാർത്തിപ്പടം ചെയ്യാം. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് പുള്ളിയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തമിഴ് തന്നെ. കാരണം നമ്മൾ അവിടെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് തിരിച്ചു വരണ്ട. കാരണം നമ്മൾ നല്ലൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ അവിടുന്ന് വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരണ്ട, അവൻ ഉയരത്തിലേക്ക് പോകട്ടെ. ആ ഒരു ഭയങ്കര പ്ലസ് ആയിട്ടുള്ള സപ്പോർട്ട് എപ്പോഴും ഉണ്ട്. അതെ അതെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ അറിയാനുള്ളത് സൂര്യ സാറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഫാൻ ബോയ് ആണെന്ന് പല പല ഇന്റർവ്യൂസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മള് പഠിക്കുന്ന സമയം മുതലേ നമ്മൾ കണ്ടിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ആരാധന തോന്നിയ ഒരു വ്യക്തിയാണ് സൂര്യ സാർ. അങ്ങനെ ഒരു ലെജൻഡിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ്. അപ്പൊ ആദ്യം കണ്ടപ്പോ നിനക്ക് ആ ഒരു മൂവിയിലേക്ക് കിട്ടിയപ്പോൾ നിന്റെ ഒരു ഇതെന്തായിരുന്നു? എല്ലാ ദിവസവും ഒരുപാട് ക്ലോസ് ആയിട്ട് കാണാനും അടുത്ത് കാണാനും സംസാരിക്കാനും വിഷ് ചെയ്യാനും ഒപ്പം പല കാര്യങ്ങൾ ചർച്ച ചെയ്യാനും എനിക്ക് തോന്നുന്നു. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം ഉണ്ടായത് പുള്ളി അഗ്രം ഫൗണ്ടേഷന്റെ ഒരു പുതിയ ബിൽഡിംഗ് ചെന്നൈയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പുതിയ ബിൽഡിംഗ് തുടങ്ങി. അപ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫൈനൽ ടച്ച് വർക്ക് നടക്കുന്ന സമയത്ത് സൂര്യ സാറ് നമ്മളോട് നേരിട്ട് പറയുമായിരുന്നു, ഇങ്ങനെ അരുൺ ഒന്ന് പോയി നോക്കണം, എങ്ങനെ അതിലെന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് പുള്ളി നേരിട്ട് പറയുകയും ഞാൻ അഗ്രം ഫൗണ്ടേഷനിൽ പോയി നോക്കുകയും. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് മൊമെന്റ് ആണ്. ഈ പറഞ്ഞ ഒന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ഗ്രാഫ് വലുതാവുക എന്നുള്ളതാണ്. കാരണം നമ്മൾ മലയാളത്തിൽ മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ അവിടെ നിന്ന് തമിഴിലേക്ക് പോകുന്നു. അവിടെ ആദ്യം ഒരു സുഴൽ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യാൻ പോകുന്നു. ആ വെബ് സീരീസിൽ നിന്ന് അടുത്ത വെബ് സീരീസ് വരുന്നു, വദന്തി എന്ന് പറഞ്ഞിട്ട് S.J. സൂര്യയുടെ. അപ്പൊ S.J. സൂര്യ എന്ന് പറയുന്നതും അവിടുത്തെ ഒരു വലിയ ഡയറക്ടർ ആയിരുന്നു. പിന്നെ ഇപ്പം വളരെ ബിസി ആയിട്ട് പോകുന്ന ഒരു ആക്ടറാണ്. അപ്പൊ ഒരു ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ പുള്ളി ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് സൈഡ് വാച്ച് ചെയ്യുന്ന ഒരാളാണ് S.J. സൂര്യ. അപ്പോൾ വദന്തി ഞാൻ ചെയ്യുന്ന സമയത്ത് ഓരോ ഫ്രെയിമുകളും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയും അത് പേഴ്സണലി നമ്മളോട് അതിൻ്റെ ഒരു കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നുമാണ് ഞാൻ മാവീരനിലേക്ക് എത്തുന്നത്. അങ്ങനെ മാവീരൻ എന്തോ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. നമ്മുടെ എനിക്ക് തോന്നുന്നു ഒരു ടീമിൻ്റെ എല്ലാം ഹാർഡ് വർക്കാണ്. ഭയങ്കര ടഫായിട്ടുള്ളൊരു സിനിമയായിരുന്നു മാവീരൻ. അപ്പോൾ അത് നല്ല രീതിക്ക് വർക്ക് ചെയ്തു. അവിടെ നിന്നും നേരെ മദ്രാസി. അപ്പൊ ഈ കണക്ട് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യവും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് എല്ലാം വന്ന സിനിമകളല്ല, നല്ല സിനിമകളും വലിയ സിനിമകളും. ഓരോ സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് ഒരു സ്റ്റെപ്പ് മുകളിലേക്കാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ മദ്രാസി ചെയ്ത് കഴിയുമ്പോഴാണ് കറുപ്പ് വരുന്നത്. കറുപ്പ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇപ്പോ ഈ പറഞ്ഞ മൊമെന്റിൽ വളരെ സന്തോഷമുള്ള ഒരു വർക്കാണ്. കാരണം നമ്മള് ഇതുവരെയുള്ള നമ്മുടെ ഒരു 10-18 വർഷത്തെ ഒരു ട്രാവൽ ഉണ്ട് സിനിമയിലും സീരിയലും ഒക്കെ ആയിട്ട്. ഇങ്ങനെ ട്രാവലിൽ ഏറ്റവും നല്ലൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞു, അത് നല്ലൊരു ഹീറോയുടെ കൂടെ. അപ്പൊ നമുക്ക് റാപ്പിഡ് ഫയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ അതായത് ഒറ്റ ചോദ്യം ഒരു ഉത്തരം. 10 വർഷത്തിന് ശേഷമുള്ള അരുൺ ഒരു ഡയറക്ടറായിട്ട് കാണണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഓ അടിപൊളി. നെക്സ്റ്റ് അയ്യോ ഇതെന്ത് അത് ചെയ്ത സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 3 എണ്ണം. സുഴൽ, കറുപ്പ്, മാവീരൻ. നെക്സ്റ്റ് പാപ്പൻ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്? പാപ്പൻ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒറ്റ പേരുള്ളൂ, മിഥുമാനുവൽ. അതെ, കാരണം ഞങ്ങള് എന്നെ സംബന്ധിച്ചിടത്തോളം ആടിനെ കണക്ട് ചെയ്യുന്ന ഒരുപാട് പേര് പാപ്പനെ അങ്ങനെ വിളിക്കുന്നുണ്ട്, മിഥുമാനുവൽ. ഓക്കെ, ഞാൻ ഷാജി പാപ്പൻ എന്നായിരിക്കും പറയുന്നത്. എനിക്ക് പക്ഷെ ഞാൻ ചില സമയങ്ങളിലൊക്കെ പുള്ളി പാപ്പ എന്നാണ് വിളിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഷാജി പാപ്പൻ മിഥുമാനുവലാണ്. ഓക്കെ. പിന്നെ സ്കൂൾ ഫ്രണ്ട്സിൽ ഇപ്പോഴും കോണ്ടാക്റ്റിലുള്ള 3 പേര്. ഒന്ന് സൗപർണിഹ, അതുകൊണ്ട് 3 പേര് വേറെ. അടുത്ത ഫൈസൽ, സജിൻ. ഓക്കെ. ഇനി ഇൻഡസ്ട്രിയിൽ ഏറ്റവും കടപ്പാടുള്ള ആൾ? മിഥുമാനുവൽ, പുഷ്കർ ഗായത്രി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ ക്വസ്റ്റ്യനിലൊക്കെ ഞാൻ പെട്ടുപോകും. ചില ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരങ്ങളില്ല. കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ട്. കാരണം ഈ പറഞ്ഞ ഫ്രൈഡേ ഫിലിംസ് എന്ന് പറയുന്ന ഒരു കമ്പനി
എനിക്ക് എൻ്റെ തുടക്കകാലങ്ങളിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അതിൽ വിനയ് ബാബു, വിജയ് ബാബു അവരെല്ലാം എനിക്ക് എന്താ പറയുക, നമുക്ക് എപ്പോഴും ഒരു തുടക്കകാലങ്ങളിലാണ് നമുക്ക് സപ്പോർട്ട് അധികമായിട്ട് വേണ്ടത്. അപ്പൊ അവിടെ എല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ അവരെല്ലാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് മലയാളത്തിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫാമിലിയിലേക്ക് കിടക്കാം. ഒരു സുന്ദരിയായ ഭാര്യയും ഒരു സുന്ദരിയായ മോളും ഉണ്ട്. ഒരു മോക്ക് 6 വയസ്സായി, ആരാധ്യ. ഇപ്പൊ ഇനി 1ാം ക്ലാസ്സിലേക്ക് പോകാൻ നിൽക്കുന്നു. വൈഫിന്റെ പേര് ധന്യ. അതെ, ആളൊരു ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിലീസ് ടൈമിലൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. വരാൻ പറ്റിയില്ല. പുള്ളിക്കാരി രൗദ്രം പഴകും എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് ഷോർട്ട് ഫിലിം, അതിന്റെയൊക്കെ അവാർഡ് കാര്യങ്ങളൊക്കെ 1-2 പരിപാടികളൊക്കെ കിട്ടി. പിന്നെ ഇപ്പൊ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ ആങ്കറിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പക്ഷെ പുള്ളിക്കാരി ബേസിക്കലി ജേർണലിസ്റ്റ് ആണ്. കല്യാണത്തിന് മുന്നേ ചാനലിൽ വർക്ക് ചെയ്തോണ്ടിരുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഒരു കരിയർ ട്രാവലിന് സപ്പോർട്ടായിട്ട് പുള്ളിക്കാരി ഇപ്പൊ ഈ പറഞ്ഞ കണക്ക്, കാരണം ഫാമിലിയും കാര്യങ്ങളും ഒക്കെ റൺ ചെയ്യാനായിട്ട് കുറച്ച് ഒന്ന് മാറി നിന്നതാണ്. അപ്പൊ ഇനിയിപ്പോ കാരണം മോളിപ്പോ സ്കൂളിലേക്ക് പോയി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് അടുത്ത ഇനി പുതിയ വർക്കുകളും പ്രോഗ്രാമും ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഫാമിലി സപ്പോർട്ടൊക്കെ. സ്കൂൾ കാലഘട്ടത്തിലുള്ള രഹസ്യങ്ങൾ എന്തെങ്കിലും? ക്യാമറമാൻ സുഭാഷ് എന്തൊക്കെയോ ക്വസ്റ്റ്യനുകൾ ചോദിച്ച് എന്നെ ഉരുക്കുന്നു. അങ്ങനെയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ സ്കൂൾ കാലഘട്ടത്തിൽ ഏറ്റവും ഒരു ഗംഭീര മൊമെന്റ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്കാരി ഞങ്ങള് ഒരു 10ാം ക്ലാസ് വരെ, ഒരു 5 മുതൽ 10 വരെ എന്നുള്ള ഞങ്ങളുടെ ഒരു ടീമിനകത്തേക്ക് വേറൊരു സ്കൂളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഒരു ഈ പറഞ്ഞ പോലെ അതിൻ്റെതായ ഒരു സ്വീകാര്യത അവിടെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ പറഞ്ഞ കുറെ ഫാൻസ് ഒക്കെ ഇച്ചിരി കൂടുതലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു ക്ലാസ്സിലെ സൗഹൃദങ്ങൾ ഭയങ്കര രസമുള്ളതായിരുന്നു. അപ്പൊ അതിന്റെ ഈ പറഞ്ഞ ഇപ്പോഴും അതിന്റെ എല്ലാം മെമ്മറീസ് ഭയങ്കര രസമാണ്. നമ്മുടെ സ്കൂളൊക്കെ എനിക്ക് ശരിക്കും ആ സ്കൂളിൽ ഉള്ളത് കോണ്ടാക്ട് ഉള്ളത് നീയും പിന്നെ ദിവ്യയുണ്ട്. പിന്നെ ഇടയ്ക്ക് ഫൈസലിനുമായിട്ട് എന്തെങ്കിലും നമ്മുടെ കിടിലൻ ഫിറോസിന്റെ ബ്രദർ എന്നുള്ള ഇതില് ആണ്, പുള്ളിയാണ് ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് ആണ് ഫൈസൽ. ഇപ്പം ചാനലും ഇന്റർവ്യൂസും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇനി ക്യാമറമാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? തമാശകളേ ഉള്ളൂ. അല്ല, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ലാസ്സിന് പുറത്ത് നിർത്താൻ യൂത്ത് സിനിമയിലെ ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിരുന്നു. അതെ അപ്പോഴപ്പോഴായിട്ട് ക്ലാസ്സിന് പുറത്താക്കുക. അവിടെ നിന്നും പിന്നെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ ഏറ്റവും ബാക്കിൽ ബെഞ്ചിൽ കൊടുത്തു. ഇടയ്ക്ക് ഇങ്ങനെ റൊട്ടേഷൻ വരുമല്ലോ, അപ്പൊ ഏറ്റവും ഫ്രണ്ടിൽ വരും. അത് ആഴ്ചയിൽ ഒരു ദിവസം അപ്പോഴാണ് ഏറ്റവും ടെൻഷൻ ഉള്ള സമയം. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോഴേ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. അന്നൊക്കെ ഭയങ്കര പഠിക്കുന്ന പിള്ളേര്, നല്ല പഠിക്കുന്ന കുട്ടികൾ. അല്ല, ഏറ്റവും വലിയ ബെസ്റ്റ് മൊമെന്റ് കാരണം ബോയ്സിലെ ഏറ്റവും ബാക്ക് ബെഞ്ചാണ് ഞങ്ങള്. അത് ഞാനും എൻ്റെ ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഗേൾസിലെ ഏറ്റവും ബാക്ക് ബെഞ്ചാണ് സൗബർണിക്കും വേറൊരു ടീം. ഞാന് ദിവ്യ, പിന്നെ ശ്യാമ. ഞങ്ങള് ഞാൻ വിജീഷ്. ഏറ്റവും മറക്കാൻ പറ്റാത്ത എനിക്കൊരു മൊമെന്റ് ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു ഒരു ക്യാമറ എനിക്കത് സീരിയസ്ലി ക്യാമറ മിസ്സായത്. അതോ ഒരു അതായത് റിലേറ്റീവിന്റെ അന്നൊന്നും നമ്മുടെ കയ്യിൽ ക്യാമറയും ഫോണും ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഒന്നുമില്ലാത്ത സമയത്ത് പുള്ളി അവരുടെ അതും അവരിച്ചിരി സ്ട്രിക്റ്റ് ആയിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ക്യാമറ വന്നിട്ട് എല്ലാവരും പരീക്ഷ കഴിയല്ലേ, പരീക്ഷ കഴിയുന്ന സമയത്ത് എല്ലാവരോടും പറഞ്ഞു അതെ എല്ലാവരും പോവരുത്, പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും നിൽക്കണം, നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് നിന്നു. അപ്പൊ നമ്മൾ കവറൊക്കെ അല്ലേ ബാഗെല്ലാം കൊണ്ട് പുറത്ത് വെച്ചു. അപ്പം അതിനകത്തൊന്നും നമ്മുടെ ഒരു ഫ്രണ്ട് അത് പറയാൻ സത്യം പറഞ്ഞ വിഷമമാണ്. അതല്ല, പക്ഷെ അത് ഞാനും ആ ഇൻസിഡന്റ് മറന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാരും എക്സാം എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് പുറത്തിറങ്ങുന്നു. പേര് പറയുന്നില്ല. പക്ഷെ ആ പെട്ടെന്ന് അവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാല് ക്യാമറ കാണാനില്ല. അപ്പോ അതെ, ഞാൻ നോക്കിയപ്പം സബർണി ഒരു സൈഡിലൊക്കെ ആകെ കട്ടായി. അപ്പൊ ഞങ്ങള് ഈ പറഞ്ഞ അതിന്റെ ഒരു പ്രശ്നം എല്ലാവരും പ്രഷറിലായി. കാരണം അന്ന് ഈ പറഞ്ഞ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും ക്യാമറയോ മൊബൈലോ ഒന്നും കാണുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലല്ല ഞങ്ങള്. അപ്പൊ അവിടെ നിന്നും പിന്നെ എങ്ങനെ ക്യാമറ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ക്യാമറ ആരാ എടുത്തേ,
അതൊരു ഭയങ്കര രസമുള്ള മൊമെന്റ് ആയിരുന്നു. അത്യാവശ്യം മറക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ അവസാനം അവര് ആ വഴി പോയി ഈ വഴി പോയി, പലരും പല വഴിക്ക് പോകുന്നു. എന്നിട്ട് ഓട്ടോയില് ഞാനും ദിവ്യയും കൂടെ പറന്ന് ആളെ കണ്ടുപിടിച്ച് അടി കൊടുത്തില്ല, പക്ഷെ അവളൊഴിച്ച് ബാക്കി എല്ലാവരും ഓട്ടോയിലുണ്ട്. അങ്ങനെ ക്യാമറ എല്ലാം ഞങ്ങൾ തിരിച്ചെടുത്തു. അതെല്ലാം ഒരു രസമുള്ള മൊമെന്റ് ആയിരുന്നു. പിന്നെ ഒരുപാട് ഈ പറഞ്ഞ ഞങ്ങളുടെ സ്കൂളെല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന കുറെ മൊമെന്റ്സ് ഉണ്ട്. പ്രോഗ്രാമുകളാണെങ്കിലും നമ്മുടെ എപ്പോഴും എനിക്ക് ഞാൻ മിമിക്രി ഒക്കെ ചെയ്യാറുണ്ടാ, ഒപ്പന, എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നല്ലേ. ഇനിയിപ്പം നമുക്ക് മറക്കാൻ പറ്റാത്ത ചില മൊമെന്റുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും, പ്രത്യേകിച്ച് സ്റ്റാർസിന്റെ കൂടെ ഒക്കെ. അങ്ങനെ എന്തെങ്കിലും മൊമെന്റ് പെട്ടെന്ന്? അല്ല, എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, നമ്മള് മാവീരൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ക്ലൈമാക്സിൽ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു സിംഗിൾ ഷോട്ട് എടുക്കുന്ന സമയത്ത് അതിന്റെ ഒരു അലമാര വന്നിട്ട് എന്റെ ദേഹത്തേക്ക് വീണിട്ട് എനിക്ക് ബാക്ക് അടിച്ചിട്ട്. അപ്പൊ അത് നടക്കുന്നത് ക്ലൈമാക്സ് ഷൂട്ടിൽ ഹീറോയും ഉള്ള സമയത്താണ്. പക്ഷെ ആ ഇൻസിഡന്റ് ഹീറോ ഓർത്ത് വെച്ച് കൊച്ചിയിൽ നമ്മുടെ പ്രൊമോഷൻ സമയത്ത് അത് സ്റ്റേജിൽ വന്നിട്ട് അത് പുള്ളി അതായത് അത്രയും വലിയൊരു ഹീറോ ആ ഒരു മൊമെന്റ് ഓർമ്മിച്ച് വെച്ചിട്ട് അത് ഇങ്ങനെ ഒരു ഓഡിയോ ലോഞ്ചിൽ പറയാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി മൊമെന്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവരുമായിട്ട് എല്ലാവരുമായിട്ടും വളരെ നല്ലൊരു ബന്ധമുണ്ട്. കാരണം പുള്ളിയുടെ SKയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് എനിക്ക് പോകാൻ പറ്റിയില്ല, ചെന്നൈയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ പോവാത്ത വേറൊന്നുമല്ല, എന്റെ വർക്കിൻ്റെതായ മാവീരൻ അറിയാലോ, ഏറ്റവും വലിയ സിനിമയായിരുന്നു. അപ്പൊ അതുപോലെ ആർട്ടിനും അത്യാവശ്യം വലിയ വർക്കായിരുന്നു. അപ്പൊ അതിന് പോവാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അടുത്ത ഒരു എന്താ പറയാ ഒരു കുഞ്ഞ് ഒരു മീറ്റപ്പ് പോണ്ടിച്ചേരിയിൽ, ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് പോണ്ടിച്ചേരിയിലായിരുന്നു. അപ്പൊ അവിടെ പോണ്ടിച്ചേരിയിൽ വരുന്ന സമയത്ത് ഒരു ചെറിയ കുഞ്ഞു ഒരു പാർട്ടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളി അറേഞ്ച് ചെയ്യുകയും ഞാൻ സെറ്റിൽ നിന്ന് അതിനു വേണ്ടി ഓടിച്ചെന്ന് എനിക്ക് തോന്നുന്നു ഒരു 1 hour അതിന് സ്പെൻഡ് ചെയ്തു. അപ്പം അതിൽ ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു. ഒരു ചെറിയ ഡയറക്ടർ, ഹീറോയുടെ ഒരു ഫ്രണ്ട്, ഞാൻ, ക്യാമറ, അങ്ങനെ ഒരു മിനിമൽ ടീമായിരുന്നു. അപ്പൊ അത് ഈ പറഞ്ഞ കണക്ക് നമ്മൾ ആ ഒരു സ്പെഷ്യൽ മൊമെന്റിലേക്കൊക്കെ നമ്മളെ വിളിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഒരു പ്ലസ് ആയിരുന്നു. അതുപോലെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു SKയുടെ ഫാൻസ്, അതിലെ മെയിൻ ട്രിവാൻഡ്രത്ത് കിരൺ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്. അതുപോലെ അവരൊക്കെ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഒരു തമിഴ് സിനിമ പോയി ചെയ്യുമ്പോൾ അവരെല്ലാം ഭയങ്കര ഒരു എന്താ പറയുക, ഓരോ അപ്ഡേറ്റിനും ഓരോ ഇതിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയും നമ്മളോട് ചോദിക്കുകയും. അപ്പം അതെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഭയങ്കര ഒരു നല്ല രസമുള്ള മൊമെന്റ്സ് ആണ്. അതിപ്പം SK ഫാൻസ് ആയിരുന്നു ഇതുവരെ നമുക്ക് ഭയങ്കര ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സൂര്യ ഫാൻസിൻ്റെ ട്രിവാൻഡ്രത്തുള്ള ടീമുകൾ വിളിക്കുന്നുണ്ട്, ഹരിപ്പാടുള്ള ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ അതിൽ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് സൂര്യ ഫാൻസിൻ്റെ ഒരു പയ്യനുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര കാര്യമായിട്ട് നമ്മളോട് ആ സ്നേഹം കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് തോന്നാറ്. ഇനിയും ഇതുപോലെ അഭിമാനം, ഇനിയിപ്പോൾ രജനീകാന്തിൻ്റെ പടങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. അല്ല, അത് ഈ പറഞ്ഞ പോലെ കമലഹാസൻ സാറിന്റെ, രജനീകാന്ത് സാറൊക്കെയാണ് അവരെ നമ്മുടെ അൾട്ടിമേറ്റ്. പക്ഷെ ഇപ്പൊ ഉള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് കമലഹാസൻ സാറിന്റെ കമ്പനിയിലാണ് അടുത്ത പടം ചെയ്യാൻ പോകുന്നത്. സയ്യോൺ എന്ന് പറഞ്ഞിട്ട് രാജ് കമൽ പ്രൊഡക്ഷനിൽ ഇപ്പം അടുത്ത SKയുടെ ഇല്ല തുടങ്ങാൻ പോവാണ്. സയ്യോൺ എന്ന് പറഞ്ഞിട്ട് രാജ് കമൽ പ്രൊഡക്ഷൻ ആണ്, കമലഹാസൻ സാറിന്റെ കമ്പനിയാണ്. അപ്പൊ പുള്ളിയെ ഇനി എനിക്ക് തോന്നുന്നു അടുത്ത ഈ റീസെന്റ് വരുന്ന ആഴ്ചകളിൽ എന്തായാലും പുള്ളിയെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം. അങ്ങനെയുള്ള നല്ല മൊമെന്റുകളിലൂടെയാണ് പോകുന്നത്. എല്ലാം ഗോഡ് ഗിഫ്റ്റ് എന്ന് പറയാം. അപ്പൊ ഒരു ലോക പ്രശസ്തനായി മാറുന്ന ഒരു വലിയൊരു ആളായി ഇനി മാറട്ടെ. ഡയറക്ടർ, പ്രൊഡ്യൂസർ, ഇപ്പോഴത്തെ നിലയിൽ നല്ല പറയുന്നത്, അങ്ങോട്ട് പ്രൊഡ്യൂസർ, ഡയറക്ടർ, അങ്ങോട്ട് ഒരുപാടൊന്നും പോയില്ലല്ലോ. ഡയറക്ടർ ആകണമെന്ന് ആഗ്രഹമുണ്ട്. ഡയറക്ടർ, പ്രൊഡ്യൂസർ വേണ്ട, അത്രയും ആഗ്രഹങ്ങൾ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് വലിയ വലിയ നിലകളിൽ എത്തട്ടെ എന്ന്, നിലകളിലല്ല, വലിയ പൊസിഷനിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഒരുപാട് സന്തോഷം. എന്താ പറയാ, വീണ്ടും ഒരു ഇന്റർവ്യൂ എന്നുള്ളതിനേക്കാളും ഒരു വലിയ കൂടിക്കാഴ്ചയായിരുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു. ക്യാമറാമാനും ഒരുപാട് എന്താ പറയാ, ഞങ്ങളുടെ ഇത്രയും നേരം ഈ പറഞ്ഞ ഇന്റർവ്യൂ സഹിച്ചതിന്. ഇന്റർവ്യൂ എന്ന് പറയാൻ ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല, അതിന്റെ വിഷമാണ്. പേഴ്സണലി കാണുന്നത് അതിന്റെ ഡീറ്റെയിലുകൾ ഞങ്ങൾ വോയിസ് ടോക്കിൽ ഞാൻ നമ്പർ തരത്തില്ല.
എന്തായാലും എല്ലാവരും കറുപ്പ് കാണുകയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുമ്പോഴും വളരെ വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പം ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഈ പിന്തുണയും ഈ സപ്പോർട്ടും എന്നും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു.